കാലയളവിൽ മറ്റൊരാളുടെ കാലുകൾ കഴുകുവേണ്ട, മറ്റൊരാൾക്ക് ദാസ്യവേലയും ചെയ്യേണ്ട, എന്നാൽ മറ്റൊരാളോട് അല്പം ദയ കാണിക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വലിസം അല്ലെങ്കിൽ വ്യക്തിഗത ഭാവം നമ്മിൽ വളരെ മോഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുക എന്നതാണ്. മോഹങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് അന്യരെ സഹായിക്കുവാനായിട്ടുള്ള സന്നദ്ധത ഉണ്ടാകുന്നത്. യേശുക്രിസ്തു യഥാർത്ഥത്തിൽ തന്റെ ദാസ്യ ഭാവത്തിലൂടെ തന്റെ മോഹങ്ങളെ നിയന്ത്രിക്കുകയായിരുന്നു. നിയന്ത്രിച്ചു എന്ന് തന്നെയല്ല, എനിക്ക് തോന്നുന്നു അതിനെ ഇല്ലാതാക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. സാധാരണ മനുഷ്യനുള്ള എല്ലാ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും മോഹങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം മോഹങ്ങൾക്ക് അദ്ദേഹം അടിമയായില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത. ഇത് അവൻ ദൈവപുത്രനായതുകൊണ്ട് സാധിച്ചതാണെന്നുള്ള ഒരു ധാരണയാണ് ഏറെ ആളുകൾക്ക് ഉള്ളത്. എന്നാൽ അങ്ങനെയല്ല. അത് സാധാരണ മനുഷ്യന് സാധിക്കുമെന്ന് കാണിച്ചു തരികയായിരുന്നു അവൻ തന്റെ മോഹങ്ങളുടെ നിയന്ത്രണത്തിലൂടെ. അതിന്റെ പ്രകടമായ ഉദാഹരണമോ അല്ലെങ്കിൽ ദൃഷ്ടാന്തമോ ആണ് യഥാർത്ഥത്തിൽ ഈ കാലുകൾ കഴുകുക വഴിയായി അദ്ദേഹം കാണിച്ചത്. മറ്റൊരു ചിന്ത അടുത്ത കാലത്തായിട്ട് എന്റെ ഹൃദയത്തിൽ കടന്നു വന്നതും, എന്തിനാണ് അവൻ ശിഷ്യരുടെ കാലുകൾ കഴുകിയത്? യഹൂദ ഭാരതീയ പശ്ചാത്തലങ്ങളിൽ എല്ലാം തന്നെ അതിഥികളെ സ്വീകരിക്കുന്ന നേരത്ത് ആതിഥേയൻ അവരുടെ കാലുകൾ കഴുകുന്ന നല്ല പൈതൃകം നിലനിന്നിരുന്നു എന്നാണ് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ നസറേത്തുകാരൻ ഇവിടെ ആതിഥേയനാവുകയാണ്. 12 പേർക്ക് തന്നെയല്ല, ഈ 12 ശിഷ്യഗണങ്ങൾക്ക് തന്നെയല്ല, സർവ്വലോകത്തിന്റെയും ആതിഥേയനായിട്ടവൻ മാറുകയാണ്. സകല സൃഷ്ടിയുടെയും ആതിഥേയനായിട്ടവൻ മാറുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പണ്ഡിതര് എഴുതിയിരിക്കുന്നു, ഇൻകാർണേഷൻ ഈസ് ദ സാക്രമെന്റൈസേഷൻ ഓഫ് ദ ഹോൾ ക്രിയേഷൻ. മനുഷ്യാവതാരം എന്നത് യഥാർത്ഥത്തിൽ സർവ സൃഷ്ടിയുടെയും കൗദാശീകരണം ആയിരുന്നു എന്ന്. അതായത് അവൻ മനുഷ്യനായത്, ദാസ്യഭാവം പൂണ്ടത് എന്തിന്? ഈ സൃഷ്ടിയെ ഒന്ന് കൂദാശ ചെയ്യുവാനായിട്ട്, ഈ സൃഷ്ടിയെ ഒന്ന് ശുദ്ധീകരിക്കുവാനായിട്ട്. അവൻ മഹാനായ വലിയവനായ ആതിഥേയൻ ആവുകയാണ്. ഈ ആതിഥേയൻ കാലുകളെ കഴുകുകയാണ് തന്റെ സംഘത്തിലുള്ളവരുടേത്. അതൊരു വലിയ ദൈവശാസ്ത്ര രഹസ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അവൻ ഈ ശിഷ്യരുടെ കാലുകൾ കഴുകുക വഴിയായിട്ട് ഈ കാലുകളെ ശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടിയിലേക്ക് അവരെ കൈപിടിച്ച് ആനയിക്കുകയാണ്. ഏദനിൽ സൃഷ്ടിയുടെ തുടക്കത്തിൽ ജീവശ്വാസം നൽകിക്കൊണ്ട് വളരെ വിശുദ്ധനായിട്ടാണ് ആദ്യ മനുഷ്യനെ അവൻ കൈപിടിച്ച് നേരെ നിർത്തിയതെങ്കിൽ മോഹങ്ങൾ അവനെ കൊണ്ട് അധപ്പതനത്തിലേക്ക് താഴ്ത്തി അവൻ വീണുപോയി. വീണ്ടും അവന്റെ ഉത്ഥാനം സാധിക്കുവാൻ ഈ സൃഷ്ടിയെ തന്നെ ശുദ്ധീകരണം നടത്തി സൃഷ്ടിക്ക് നഷ്ടമായ ഏദൻ എന്ന അനുഭവത്തെ വീണ്ടെടുത്തിട്ട് ആ ഏദനിലേക്ക് കാലുകുത്തുവാൻ 12 പേരെ അവൻ ക്ഷണിക്കുകയായിരുന്നു. ആ ക്ഷണത്തിന് അവരുടെ കാലുകളിൽ പറ്റിയിരിക്കുന്ന മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടിയിരുന്നു, നീക്കം ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെയെങ്കിൽ ആ കാലുകളെ കഴുകുക വഴിയായിട്ട് പുതിയ സൃഷ്ടിയിലേക്ക്, ശുദ്ധീകരിക്കപ്പെട്ട സൃഷ്ടിയിലേക്ക് മനുഷ്യനെ വീണ്ടും തിരികെ കൊണ്ടുവരുന്ന ഒരു വലിയ രഹസ്യം അവിടെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വാത്സല്യമുള്ളവരെ, ഈ ശുശ്രൂഷയുടെ അനുഷ്ഠാനം കേവലം അനുഷ്ഠാനപരതയിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ഈ 2 അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം. ഒന്നാമത്തേത്, കാലുകൾ കഴുകുവാൻ കഴിഞ്ഞില്ലെങ്കിലും സഹോദരൻ, അയൽക്കാരൻ അവൻ ആരാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അവനോട് സ്നേഹത്തിന്റെ ഭാവം, ക്രിസ്തുവിന്റെ ദീനാനുകമ്പയുടെ ഭാവമെങ്കിലും കാണിക്കുവാൻ നമുക്ക് കഴിയും. അതിനു വേണ്ടത്
സ്വാർത്ഥതയിലൂന്നിയ മോഹങ്ങൾക്ക് കടിഞ്ഞാണിടുക എന്നതാണ്. ആ കടിഞ്ഞാണിടലാണ് യഥാർത്ഥത്തിൽ ദാസ്യഭാവത്തിന്റെ ലക്ഷണവും. രണ്ടാമത്തേത് പുതിയ സൃഷ്ടിയിലേക്കുള്ള അവന്റെ വലിയ സ്വാഗത കർമ്മം. അതാണ് കാലുകഴുകൽ ശുശ്രൂഷ. പുതിയ സൃഷ്ടി, പ്രപഞ്ചത്തെ അവൻ ശുദ്ധീകരിച്ച് ആ ശുദ്ധീകരിച്ച സൃഷ്ടിയിലേക്ക് കാലുകൾ ശുദ്ധീകരിക്കപ്പെട്ട 12 പേരെ അവൻ ക്ഷണിച്ചാക്കുകയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷ യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പുതിയ സൃഷ്ടിയുടെ അനുഭവം അന്തരംഗത്തിൽ ഉളവാക്കുന്നതാവണം. അങ്ങനെ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കണ്ണുകൾ കൊണ്ട് തന്നെ കാണുവാൻ, ഈ ലോകത്തിൽ തന്നെ, ഈ ജീവിതത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കുവാൻ വിളിയുള്ള ആളുകളാണ് നമ്മൾ. അതിനു വേണ്ടത് ഈ വിശുദ്ധ ശുശ്രൂഷ തന്നെയാണ്. കാലുകളെ കഴുകുക, സ്വാർത്ഥതയെ, മോഹങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, ദാസ്യഭാവം ഉൾക്കൊണ്ട് എങ്ങനെ എന്റെ അയൽക്കാരനെ, എന്റെ സുഹൃത്തിനെ, എന്റെ സഹോദരനെ, അന്യനായവനെ സഹായിക്കുവാൻ സാധിക്കും ഹൃദയം കൊണ്ട് എന്ന ധാരണ വളർത്തുക. രണ്ടാമതായി, പുതിയ സൃഷ്ടിയിലേക്കുള്ള വലിയ സ്വാഗത കർമ്മമാണ് ഈ ശുശ്രൂഷ എന്ന തിരിച്ചറിവോടുകൂടി കാലുകളിൽ പറ്റിയിരിക്കുന്ന മാലിന്യങ്ങളെ, സഞ്ചാരം മൂലം വ്യക്തിത്വം അശുദ്ധമാകുന്നുവെങ്കിൽ അങ്ങനെ അശുദ്ധമായിരിക്കുന്ന ആ പാദങ്ങളെ ശുദ്ധീകരിക്കുവാനായിട്ടുള്ള ഒരു വലിയ വിളി, അത് അവനവൻ തന്നെ അവനവന്റെ കാലുകൾ കഴുകിക്കൊണ്ട് നിർവഹിക്കേണ്ടതുമാണ്. ഇത്തരത്തിലുള്ള അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ട് ഈ ശുശ്രൂഷ കൂടുതൽ അനുഗ്രഹകരമാകുവാൻ സർവശക്തൻ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവേ, ഈ വെള്ളം കൊണ്ടുള്ള കഴുകൽ മുഖേന സകലവിധ കാഠിന്യതയിൽ നിന്നും ആകൽക്കറുസായിക്കെടുത്ത ദുഷ്ടതയിൽ നിന്നും പാപത്തിന്റെ എല്ലാവിധ അഴുക്കിൽ നിന്നും മാലിന്യത്തിൽ നിന്നും തുടച്ചു വെടിവാക്കപ്പെടുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും അസൂയ, അഹങ്കാരം, കോപം, വിദ്വേഷം മുതലായ വികാരങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യണമേ. മോറൻ വാലോഹായ് ലവൽമീ ബാറഖുമോർ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്റെ നേരത്തിൽ നിന്ന് നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. ക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ വിരയ്ക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ധ്യാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ അറിയിച്ചു. നിന്റെ സ്വഭാവേ തെളിയിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ വെണ്മയാക്കണമേ, ഉറച്ചു. നിന്റെ ആനന്ദവും സന്തോഷവും കൂടെ എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിക്കണമേ. ദൈവമേ, ഇവിടെ ഹൃദയം സൃഷ്ടിക്കണമേ. ശ്രുതിയുള്ള ആത്മാവിനെ വെളുതാക്കണമേ. നിന്റെ തിരുവന്നെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ തടുക്കേ വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരികെ തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവെന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷണമേ, രക്തത്തിൽ തന്നെ രക്ഷിച്ചോളണമേ. എന്റെ നാമത്തിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ാകുന്നു ദൈവം നുറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താസ്മേ പടയണമേ. അപ്പോൾ നീതിബലികളിൽ ഹോമബലികളിൽ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിലവിടത്തിന്മേൽ കാലം വിലയായി കരുതും. ദൈവമേ,
യോഗ്യമാവുന്നു. പാർക്കുമോ ഭയമോടു ശ്രാപ്പികൾ കാതിശാർക്കുന്നോൻ ശിഷ്യപദത്തെ കഴുകിയിന്നാളിൽ ദേവാ ദയണമേ. ഭയമൊടു ക്രൂപേന്മാരെന്തുന്നോനെ ശിഷ്യസമക്ഷം മൗലിതമീച്ചോനേ ദേവാ ദയ ചെയ്തിടണമേ. അഗ്നിമയ കീഷിപ്പാൻ കഴിയാത്തോൻ ശിഷ്യപദത്തെ കഴുകിയിന്നാളിൽ ദേവാ ദയ ചെയ്തിടണമേ. ജനകൻ തന്നംഗതലത്തിലദൃശ്യൻ ശിഷ്യപദത്തെ കഴുകിയിന്നാളിൽ ദേവാ ദയ ചെയ്തിടണമേ. ദൂതന്മാർ വാനിൽ ശുശ്രൂഷിപ്പോൻ ശിഷ്യപദത്തെ കഴുകി പാരിൽ ദേവാ ദയ ചെയ്തിടണമേ. ജ്വാലയണിഞ്ഞോൻ ശോഷപ്പാചൂറ്റി കഴുകി ശിഷ്യന്മാരുടെ പാദങ്ങൾ ദേവാ ദയ ചെയ്തിടണമേ. ശോഷപ്പാരയിൽ ബന്ധിച്ചെല്ലാ ശിഷ്യരുടെയും പാദം കഴുകി താൻ ദേവാ ദയ ചെയ്തിടണമേ. പാത്രത്തിൻ ഉള്ളിൽ വെള്ളമൊഴിച്ച് വിനയപദത്തെ ദർശിപ്പിച്ചോനേ ദേവാ ദയ ചെയ്തിടണമേ. വാനരുളും വിനയമതാം ദൃഷ്ടാന്തം തൻഗ്രൂമായിൽ ദർശിപ്പിച്ചോനേ ദേവാ ദയ ചെയ്തിടണമേ. ശ്ലീഹന്മാരെ വിമലന്മാരാക്കി തിരുമൊഴി ഘോഷി നിയമിച്ചോനേ ദേവാ ദയ ചെയ്തിടണമേ. ബാലക്കുമോ ശുഭോല ബോല ബറോവൽ റൂഹോ കാദീശോ മനോലം വാദാമുൽ ഓലം വൽ മീനാമേ. സ്തുതിയേകാത്മജനെ അയച്ചൊരുതാദാ വന്നിഹ കഴുകി താൻ ശിഷ്യപദത്തെ ദേവാ ദയ ചെയ്തിടണമേ. കുറിലായിസോ എന്റെ ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു. ഞാൻ നിനക്കായി കാത്തിരിക്കും. ആഗ്രഹിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവിനെ കൃതാച്ചിരിക്കുന്നു. എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുവാൻ ഇപ്രകാരം സത്യമായിട്ട് എന്തെന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അതിരങ്ങൾ നിന്നെ സ്തുതിക്കും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് കൊഴുപ്പമേസുകൊണ്ടതുപോലെ പുഷ്ടിയാകും. എന്റെ വാത്സതയുള്ള അതിരുകൾ കൊണ്ട് തന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു. രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാൽ നീ എനിക്ക് സഹായക്കാരനായി തീർന്നു. നിന്റെ ചിറകുകളുടെ നിഴലിൽ ഞാൻ മറക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു. നിന്റെ വലത്ത് കൈ എന്നെ താങ്ങുകയും ചെയ്തു.
അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ട് ആണെഴുന്നവരും പുകഴ്ചയുണ്ടാവും. എന്നാൽ സത്യം പറയാൻ അടയ്ക്കപ്പെടും. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. പാർക്കുമോ പാത്രമതിൽ തണ്ണീർ വാർന്നു താൻ കഴുകി ശിഷ്യന്മാരെ തമ്മിലും അതുപോൽ ചെയ്യണമെന്ന് അവരോടരുളി ചെയ്തോനേ ദേവേശാദാനീ ധന്യൻ. സ്വർഗതലത്തിനുടയോനേ മാലാഖകൾ സേവിപ്പോനേ സലിലം പാത്രത്തിൽ പേറി ശിഷ്യപദങ്ങൾ തുടച്ചോനേ ദേവേശ നാഥ നീ ധന്യൻ. സ്നേഹത്തോടു കൈയിലെ സരയിൽ ചൂട്ടി പാദം കഴുകി തിരുമേയും തിരുരക്തവുമേകിയ മശിഹാ ദേവേശ നാഥ നീ ധന്യൻ. ശിഷ്യന്മാരോടതിവിനയം രക്ഷകനെ നീ പെരുമാറി തിരുഹൃദയത്തിൻ വിനയത്തെ ബോധിപ്പാൻ കൽപ്പിച്ചോനേ ദേവേശ നാഥ നീ ധന്യൻ. ബാറയ്ക്കുമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ ഖാദീശോ മനോലം വാദാ മീരാമേ നാഥായൻ കാലൊരു നാളും കഴുകരുതെന്നോദീശീമോൻ കഴുകൽ കൂടാതെന്നോട് പങ്കില്ലെന്നരുളിയൊരുടയവനേ ദേവേശ നാഥ നീ ധന്യൻ. ആകാശങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നു. ആകാശത്തട്ട് അവന്റെ കൈവേലയെ കാണിക്കുന്നു. പകൽ പകലിന് വാക്കിനെ ഉച്ചരിക്കുന്നു. രാത്രി രാത്രിക്ക് അറിവിനെ അറിയിക്കുകയും ചെയ്യുന്നു. അവയുടെ ശബ്ദം കേൾക്കപ്പെടാത്ത ഭാഷയുമില്ല, വാക്കുകളുമില്ല. ഭൂമിയിലെല്ലായിടും അവയുടെ അറിയിപ്പും ഭൂലോകത്തിന്റെ അതിർത്തികളോളം അവയുടെ വചനങ്ങളും പുറപ്പെട്ടിരിക്കുന്നു. അവനവയിൽ സൂര്യന്റെ മേൽ അവന്റെ കൂടാരമടിച്ചു. അത് തന്റെ മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാൾ എന്ന പോലെ പരാക്രമമുള്ളവൻ എന്ന പോലെ തന്റെ വഴിയോടുവാൻ സന്തോഷിക്കും. ആകാശത്തിന്റെ അറ്റങ്ങളിൽ നിന്റെ പുറപ്പാടും ആകാശത്തിന്റെ ഹൃദയങ്ങളിൽ മേലെ താങ്കലുമാവുന്നു. അതിന്റെ ആവിയിൽ നിന്ന് മറവായിരിക്കുന്നത് ഒന്നുമില്ല. കർത്താവിന്റെ വേദപ്രമാണം കറയില്ലാത്തതും ആത്മാവിനെ തിരിക്കുന്നതുമാകുന്നു. കർത്താവിന്റെ സാക്ഷി വിശ്വാസയോഗ്യവും ശിശുക്കളെ ജ്ഞാനമുള്ളവരാക്കുന്നതുമാകുന്നു. കർത്താവിന്റെ പ്രമാണങ്ങൾ ചൊവ്വുള്ളവയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയുമാകുന്നു. കർത്താവിന്റെ കൽപ്പന തെരഞ്ഞെടുക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതുമാകുന്നു. കർത്താവിനെ കുറിച്ചുള്ള ഭയം വെടിപ്പുള്ളതും എന്നേക്കും നിലനിൽക്കുന്നതുമാകുന്നു. കർത്താവിന്റെ ന്യായവിധികൾ സത്യമായിട്ടുള്ളവയും സകലത്തിലും നീതിയായിട്ടുള്ളവയുമാകുന്നു. അവ സ്വർണ്ണത്തെക്കാളും നല്ല രക്തത്തെക്കാളും ആഗ്രഹിക്കുന്നവയും തേനിനേക്കാളും തേൻകട്ടേക്കാളും മാധുര്യമുള്ളവയുമാകുന്നു. അത്രയുമല്ല, തന്റെ ദാസൻ അവയാൽ സൂക്ഷിക്കപ്പെടും. അവനവയെ ആചരിച്ചാൽ വളരെ പ്രതിഫലം കിട്ടും. പിഴകളെ തിരിച്ചറിയുന്നവനാര്? രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. ദുഷ്ടന്മാർ നല്ല ധ്യാനപ്പെടാതിരിപ്പാനും പാവങ്ങളുടെ വെടിപ്പുള്ളവരുമായിരിക്കാനുമായിട്ട് അന്യായത്തിൽ നിന്റെ ദാസനെ തടയണമേ. എന്റെ സഹായകാരനും എന്റെ രക്ഷിതാവായ കർത്താവേ, എന്റെ വായിലെ വചനങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരവും എന്റെ ഹൃദയത്തിലെ ധ്യാനം നിന്റെ മുമ്പാകെ ഇരിക്കണമേ. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. പാർക്കുമോ ഈറയ സേവിതനുടയോനെ തിരുവിനയത്തിനായി സ്തോത്രം.
സൃഷ്ടിപതേ നീ സ്നേഹത്തിൻ പ്രേരണയാലീക്ഷിതി പോകി ജലപാത്രത്തെ നീ ഏന്തി ശിഷ്യന്മാരുടെ കാൽ കഴുകി സ്തുതിയാദത്തെ പരിരക്ഷിച്ചിടാൻ താഴ്മയ്ക്കാഗതനായോനെ ബാറക്കുമോ ശുഭഹോല ബോല ബറോ അൽ റൂഹോ ഖാദിശോ മനോലം മാതാമുൽ ഓലം ഉൽമീനാമേ തിരുസഭയെ നിന്ദ്യജലത്ത രക്ഷകനഭിഷേകം ചെയ്തു സഭയും തനയരുമനവരതം സ്തുതിയവനായി പാടിയിടുന്നു. കർത്താവിന് ഒരു പുതിയ പാട്ടിനെയും അവന്റെ സ്തുതിയെ ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും പാടുവീൻ. സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിൽ കുടിയിരിക്കുന്നവരുമേ കർത്താവിന് പാടുവീൻ. വനവും അതിലെ ഗ്രാമങ്ങളും സന്തോഷിക്കട്ടെ, കാതോർമേച്ച സ്ഥലങ്ങളായിരിക്കട്ടെ, പാറകളിൽ കൂടിയിരിക്കുന്നവർ ശ്രദ്ധിക്കട്ടെ, അവർ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് ആർത്തുകൊള്ളട്ടെ. കർത്താവിന് മഹത്വം കൊടുക്കുകയും അവരുടെ സ്തുതികളെ ദൈവങ്ങൾ അറിയുകയും ചെയ്യട്ടെ. കർത്താവ് പരാക്രമി എന്ന പോലെ പുറപ്പെടും, അവൻ യോദ്ധാവ് എന്ന പോലെ വാശിയെ ജ്വലിപ്പിക്കും. അവൻ ആർത്ത് പ്രബലപ്പെട്ട് തന്റെ ശത്രുക്കളെ സംഹരിക്കും. ആകാശങ്ങളെ മേലാനന്ദമേ, മേഘങ്ങൾ നീതിയെ തെളിക്കട്ടെ, ഭൂമി തുറക്കപ്പെടട്ടെ, രക്ഷ വർദ്ധിക്കട്ടെ, നീതി ഒന്നിച്ചു മുളയ്ക്കുമാറാകട്ടെ. ഇവയെ സൃഷ്ടിച്ച കർത്താവ് ഞാനാവുന്നു, ദൈവമേ യോഗ്യമാവുന്നു. പാർക്കുമോ ഇന്നാളിൽ സകലാധീശൻ ശോഷപ്പായറയിൽ ബന്ധിച്ചു ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതു ദർശിച്ചപ്പോൾ അത്യധികം പാരും വാനും പ്രാപിച്ചാശ്ചര്യം. നാളിൽ സകലത്തിൽ സലിലത്തെ വാഴ്ത്തി ശോഷപ്പാ നമ്മുടെ രക്ഷകനരയിൽ ചുറ്റി സ്നേഹത്തോടെ ശിഷ്യന്മാർ തൻ പാദങ്ങൾ കഴുകാനുത്സുകനായി. ഇന്നാളിൽ അഗ്നിമയ പാത്രത്തെ പേറി കൈപ്പണിയ മൺമയ പാദം കഴുകിയിടുന്നതു കണ്ടൊരു നേരം വാനവരാശ്ചര്യപ്പെട്ടു. സ്തുത്യം തിരുവിനയം. പാർക്കുമോ ശുഭഹോല ബോല ബറോ അൽ റൂഹോ ഖാദിശോ മനോലം വാദാമുൽ ഓലം ഉൽമീനാമേ. ശീമോൻ ചൊന്നാനാഥായെന്നെ കഴുകേണ്ട ഭ്രമമാർന്നിടുന്നേ. ശീമോനെ നീ എൻ വചനത്തെ ശ്രദ്ധിക്കായിൽ എൻ ശിഷ്യൻ നീയാകില്ലെന്നുടയോനുര ചെയ്ത സ്തോമൻ കാലോസ് നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. തന്റെ സഭയ്ക്ക് ജയിൽ കിട്ടുകൊടുക്കാനായി യഥാർത്ഥമായ കൽപ്പന അവർക്ക് നൽകുകയും ചെയ്ത അത്യുന്നതനും പ്രവൃത്തിയാശ്രേഷ്ഠനുമായ കർത്താവിന്റെ സ്തുതി. തനിക്ക് കാൽകഴുകൾ ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുക്ലൗനിയോമോ സദഹായ ലെവൽ മീൻ. ജീവനുള്ളവരുടെ തലവനും സർവത്തിന്റെയും ദൈവമായ ഞങ്ങളുടെ കർത്താവേ മിശിഹാം,
നിന്റെ കൈപ്പണിയായ പൂഴിയുടെ മുമ്പിൽ തല കുനിച്ച് നിന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ കരുണയോടെ നീ തിരുമനസ്സായി. നിന്റെ താഴ്മയുടെ യഥാർത്ഥമായ മാതൃക അതിൽ കൂടി ഞങ്ങളും ചരിക്കുവാനായി നീ ഞങ്ങൾക്ക് നൽകുകയും രക്ഷാകരമായ നിന്റെ താഴ്മയുടെ സാദൃശ്യത്തെങ്കിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഈ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു. നിന്റെ വിനയത്തിന്റെ മാതൃക നിർവഹിച്ചുകൊണ്ട് തിരുമുമ്പാകെ സമ്മേളിച്ച് ഈ നിസാര ജലത്താൽ പരസ്പരം കാലുകൾ കഴുകുന്ന നിന്റെ ദാസനായ ഞങ്ങളുടെ ആത്മാക്കൾ ഇതുമൂല സകല പാപമാലിന്യങ്ങളിൽ നിന്നും അഴുക്കുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും വെടിപ്പാക്കപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ വിനയത്തെയും ഞങ്ങളുടെ അടുക്കിലേക്കുള്ള നിന്റെ അവരോഹണത്തെയും സൂക്ഷ്മമായ മനോനയനങ്ങളാൽ വീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ അഹങ്കാരവും ഔദ്ധ്യത്വവും ആകൽക്കറുസ കൊടിയ വഞ്ചന മൂലം ഞങ്ങളുടെ വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള നിന്ദിവികാരങ്ങൾ ഞങ്ങൾ പരിത്യജിക്കുമാറാകണമേ. നിന്റെ യഥാർത്ഥ ശിഷ്യന്മാർക്ക് നിന്റെ വിശ്വസ്ത ഭൃത്യന്മാർക്കും അനുയോജ്യമായ വിധത്തിൽ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിക്കണമെന്ന് നീ അനുഷ്ഠിച്ചുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പൂർണ്ണവിനയവും ദൈവവും ഞങ്ങൾ ധരിക്കുമാറാകണമേ. രക്ഷാകരമായ നിന്റെ കർഷാനുഭവത്തിന്റെയും ജീവദായകമായ നിന്റെ മരണത്തിന്റെയും ഓർമ്മയെ ഞങ്ങൾ നിർവഹിക്കുകയും നിന്റെ മഹനീയ പുനരുദ്ധാന പെരുന്നാൾ ഞങ്ങൾ കൊണ്ടാടുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ബറഖുമോർ ഹോശോ വബുകുൽ സുബ്ഹാൻ ലവൽ മീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. കീട്ടരയിൽ ശോഷപ്പാച്ചുറ്റി രക്ഷകനരികെ ചെന്നതൻ സൃഷ്ടികളെ തോർത്തി ശീമോൻ ചൊന്ന നികളെ ചെന്നപ്പോൾ കർത്താവേ നീ എന്തിഹ ചെയ്യുന്നു നാഥൻ ചൊന്ന ശീമോനെ മൗനം പോകുക നീ വായുതലാധിപനപമാനം ഞാനൻ വിനയത്താൽ ഹല്ലേലൂയ നൽകാൻ കാംക്ഷിപ്പൂ പാർക്കുമോ ശുഭോല ബോല ബറോവൽ റോകാദീശോ ഹല്ലേലൂയ കീഴുള്ളവരും ഭൗമികരും വാനോരും കൂപ്പും ദേവാധിപനും ദൈവത്തിൻ സുതനും സ്തുതിയേറും മന്നനുമായോൻ മന്നിടമതിലെത്തി അത്താഴത്തിൽ ജലപഞ്ചരമേന്തി ശിഷ്യഗണത്തിൻ ചരണങ്ങൾ കഴുകുന്നതു കണ്ട് വനവസേനയും അമ്പരവും കടലും ഭ്രമമാണ്ടു ഹാലേലൂയ ഓ ഹാലേലൂയ മനോലം വാദാമുൽ ഓലം വൽമീനാമിൽ ഹാലേലൂയ നിർമ്മല സലിലം പാത്രത്തിൽ കർത്താവേന്തി ശിശുഗണത്തിനു ചരണങ്ങൾ കഴുകാൻ ഉത്സുകന ചൊന്നാൻ ശീമോ ചൊന്നാൻ കഴുകപ്പെട്ടിടതഴിവിൽ തോര ശാശ്വതരാജ്യം പോകിടുവാൻ നീയ പ്രാപ്തൻ
ബാറയ്ക്കുമോർ. യഥാർത്ഥവും പൂർണ്ണമായ സ്നേഹത്തിന്റെ മർമ്മം ഞങ്ങളെ ഭരമേൽപ്പിക്കുകയും അത് തന്നിൽ നിന്ന് മുൻകൂട്ടി മാതൃകാപരമായി കാണിക്കുകയും ദൈവോചിതമായ വിധത്തിൽ പരസ്പരം കീഴ്പ്പെടുവാനും ശുശ്രൂഷിപ്പാനും പഠിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ മെസ്സിഹാ തമ്പുരാനെ, തിരുമുമ്പാകെ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധധൂപത്തെ കരുണയോടെ കൈക്കൊള്ളണമേ. പാപമാലിന്യങ്ങളിൽ നിന്നും നമ്മളെ ചതയിൽ നിന്നും കരുണയാകുന്ന വെടിപ്പിൻ സോപ്പ കൊണ്ട് ഞങ്ങളെ തുടച്ചു വെടിപ്പാക്കണമേ. വിശുദ്ധാത്മശക്തി സഹായമുള്ള സ്നേഹത്തോടും വിനീത ഹൃദയത്തോടും കൂടെ ദിവ്യകൽപ്പനകൾ ആചരിച്ച് അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പ്രതികാരത്തിൻ്റെതായ ഭയങ്കര ദിവസത്തിൽ ഞങ്ങൾ ശിക്ഷാർഹരായി കാണപ്പെടുവാനും ഇടയാകരുതേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. മോറൻ വാലോഖാൻ ബഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. ശിഷ്യന്മാരെ വീക്ഷിച്ചോ വന്നാർ കഴുകപ്പെട്ടിട ശീമോൻ തന്നൂഴം വന്നോ ജീവാദീശൻ തൻ സോനോ ദാസപദം സ്പർശിച്ചപ്പോൾ ഉച്ചത്തിൽ ചൊന്നാനേവം ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നാളും സർവാദീശ കഴുകരുതേ നീയൻ പാദം. ചെറിയൊന്തോട്ടെ വരെയും കഴുകി ശീമോനരികെ ചെന്നപ്പോൾ ചൊന്നാനൻ കർത്താവേ നീയൻ പാദം കഴുകരുതെന്നേവം കർത്താവ് അവനോട് കൽപ്പിച്ച എന്നിഷ്ടത്തിനു വിപരീതം നിന്നാൽ നീ അന്യൻ തന്നെ കീപ്പാച്ചൊന്നാനയ്യോയൻ തലയും വെയ്യും കഴുകേണം. ബാരക്കുമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. കൊണ്ടലോടും കാറ്റിവയിൽ കൂടി ദൈവം സംഭാഷിച്ചപ്പോൾ തേജസ്സും മഹിമാവും മോശ നിബിസീനായിൽ പ്രാപിച്ച പ്രോജ്വലമാം തൻ വെളിപാടാ ആ നിബിയെ ശോഭിപ്പിച്ചോ. മനുജത്വം സ്വയമാർന്നാൾ വെൺമാടത്തിൽ തല താഴ്ത്തി ദാസന്മാർ തൻ കാൽ കഴുകി. അപ്പോസ്തലർ പന്തിരിപ്പാൻ വന്നെത്തി പന്തിരുത്തി തൻ പ്രിയരെ ശുശ്രൂഷിപ്പാനെഴുന്നേറ്റ പാത്രത്തിൽ പേറി പാദം കഴുകാൻ തല താഴ്ത്തി സൃഷ്ടി പദം തോർത്താൻ റോമാൻ സൃഷ്ടവരയിൽ ബന്ധിച്ചു അത്ഭുത സംഭവമിതു കാൺമാൻ സർവരുമേ വരുവേ പോകാം. ബാരക്കുമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. വിശ്വാസത്തോ അമല സ്നേഹവുമില്ലാത്തോ ശാരീരികമാം കഴുകലിനായി മാത്രം വരുവതയോഗ്യം താൻ മികഴുകപ്പെട്ടിടുമ്പോൾ
ശരീരങ്ങളും പരിപൂർണം നാം കഴുകേണം. കൽപ്പന കാക്കും സമ്പൂർണ്ണ മധുതാനോർപ്പിൻ. നീറ്റൊരു പീഠ താഴ്ചകളേറ്റം ധന്യം നാഥ. ഇന്നേ ദിവസം ദൈവതനൂജൻ ശോഷപാതൻ അരയിൽ ദാസൻ മാർത്തൻ പാദം കഴുകി തോർത്തി പാരം വിമലത നൽകി മേശയ്ക്കവരെ പന്തിരുത്തി. ശീമോനോടായി നിന്തോഴരുടേതെന്നോണം ഞാൻ നിൻ പാദങ്ങൾ കഴുകായിൽ നീ ശുശ്രൂഷകനും ശിഷ്യനുമാകാ. ശ്ലൈഹിക സിംഹാസനവും നഷ്ടം. ഗോചരനല്ലാത്തൊരു താതനും പന്തിരുവരുടെ പാദം കഴുകി കൃത്യം സർവം നിറവേറ്റിയോരാ തൻ പുത്രനും ൃക്കുദിശായ്ക്കും സ്തുതിയും നദിയും നാമേ. നിൻവീതി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശ. മുറിയോറാഹേ മലൈനുവാദാരേ പാമൃതി കഷ്ടതകൾ കായ്വന്നോനെ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലുണ്ടാകേണം. ദേവാ ദയുണ്ടാകേണം. നാഥ കൃപ ഞാനോ വീടും വചനങ്ങളെ നീ മാനിക്കാകിൽ ശ്രീകായാകാനെഴുതല്ലേതും നീയോതുമ്പോൾ എൻ ശിഷ്യൻ നീ എന്നാലണയണമെന്നിഷ്ടം പോൽ എന്റേതാകാതൻ ശിഷ്യത്വം നീയാർന്നീടാതെയുണ്ടാകേണം. നാഥ കൃപ തോന്നേണമെൻപ. ഞാൻ ചൊല്ലും നോരി വാക്യം നീ കൈക്കൊള്ളാകിൽ കൈക്കൊള്ളുന്നൊരു ശ്ലീഹായെ ഞാൻ നിയമിച്ചിടും. വന്നേറ്റിടുക കഴുകലിനാലൻ ശിഷ്യത്വം നീയന്യൻ താൻ കഴുകലിനെ കൈക്കൊണ്ടില്ലെങ്കിൽ ദേവാ ദയുണ്ടാകേണം. നാഥ കാംക്ഷിച്ചതുപോൽ നാഥൻ കഴുകി ശീമോൻ തൻ കാൽ. വന്നെല്ലാരും രക്ഷക സവിധേ ക്രമമായി നിന്നു. താണോനെ പോൽ
ഇപ്പോൾ ശിഷ്യ സമക്ഷം ശീർഷം താഴ്ത്തി വിനയം മൂലം മാനിപ്പാൻ തൽപാദം കഴുകി ദേവാ ദയയുണ്ടാകേണം നാഥ കൃപ തോന്നണമൻ പാൽ ശ്രീഹന്മാരെ മുന്നം ചേർത്തൊരു താതൻ സ്തുത്യൻ തൻ വീണയത്താലവരെ ഉയർത്തിയ പുത്രൻ വന്ദ്യൻ വിജ്ഞാനത്താലവരെ നിറച്ചൊരു രൂപ സ്തുത്യൻ തൽ പ്രാർത്ഥനയാൽ വാഴ്വങ്ങൾക്കുണ്ടാകട്ടെ ദേവാ ദയുണ്ടാകേണം നാഥ കൃപതോ നേടവൻ പൗരോഹിത്യം രാജ്യം പ്രവചനമിവയില്ലാതെ സർവം ശൂന്യം നിങ്ങളുടെ നിലയം യൂതന്മാരെ ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്ന ഭൂവാനം നിൻ പീഡയതിൽ ക്ലേശിച്ചു മാനോർ നിൻ താഴ്മയിലതി വിസ്മയമാർന്നു ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ വിനയ സമേതം വാനുടയോൻ ശിഷ്യഗണത്തിൻ കാൽ കഴുകി ദുഷ്ടാഹങ്കാരം നീക്കി താഴ്മ പഠിപ്പിച്ച നമ്മെ വിലയത്തോടു നീ ഞങ്ങൾക്കായി ഏറ്റൊരു യാതന സംസ്തുത്യം. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ദീർഘരസ്മാരത്തലവനായ മോശയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം നീ ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. ആബീബ് മാസത്തിലല്ലോ നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്നത്. ആദ്യം ജനിക്കുന്നതൊക്കെയും നിന്റെ ആടുകളുടെയും കന്നുകാലികളുടെയും കൂട്ടത്തിൽ കടിഞ്ഞൂലായ ആണൊക്കെയും എനിക്കുള്ളതാകുന്നു. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്ത് ഒടിച്ചു കളയണം. നിന്റെ പുത്രന്മാരിൽ ആദിജാതനെയൊക്കെയും വീണ്ടുകൊള്ളണം. വെറും കൈയോടെ നിങ്ങൾ എന്റെ മുമ്പാകെ വരരുത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. വിതകാലമോ കൊയ്ത്തുകാലമോ ആയാലും സ്വസ്ഥമായിരിക്കണം. ഗോതമ്പ് കൊയ്ത്തിലെ ആദ്യഫലോത്സവമായ വാരോത്സവം ആണ്ടുതകയിൽ കായികനി പെരുന്നാളും നീ ആചരിക്കണം. സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ കർത്താവിന്റെ മുമ്പാകെ വരേണം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. എന്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടുകൂടി അർപ്പിക്കരുത്. പെസഹ പെരുന്നാളിലെ യാഗം പ്രഭാതകാലം വരെ വെച്ചേക്കരുത്. നിന്റെ നിലത്തിലെ ആദ്യവിളവിന്റെ ആദ്യഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം. കോലാട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. ബാറക്കുമോ. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉണർത്തുന്നു. നിന്നതുമില്ല.
വർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോവുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെയാക്കിയിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ നീതീകരിക്കുന്നവർ സമീപത്തുണ്ട്. എന്നോട് വാദിക്കുന്നവരാരാകുന്നു? നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം. എന്റെ പ്രതിയോഗിയാർ അവനിങ്ങ് വരട്ടെ. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. എന്നെ കുറ്റം വിധിക്കുന്നവനാർ? അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോവും. പുഴുപോലെ അവരെ തിന്നുകളയും. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിൽ ചാരിക്കൊള്ളട്ടെ. ബാറക്കുമോ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോൽ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേല്യോ കൈക്കൊള്ളോർക്കൊക്കേഴും ഭാഗ്യമിതൻ അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ബാറക്കുമോ. സ്ലീഹായുടെ നമ്മുടെ മേൽ നിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആര്? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണിയെങ്കിൽ ഭയപ്പെടുകയും കുലുങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പിൻ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്നുവെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നത്. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. ദൂതന്മാരും അധികാരികളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ബാറക്കുമോ. പൗലോസുശ്ലീഹ ധന്യൻ ചൊൽ കേട്ടേനി ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തോ അവസാനിപ്പിപ്പോ ധന്യൻ. പരിശുദ്ധനായ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ബാറക്കുമോ. ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ നിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ്
ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തിയേലുക. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. ബാറയ്ക്കുമോ ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല വെടിപ്പോടു കൈ കഴുകി നിൻ ബലിവേദി വലം വച്ചേ. അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. Evangelion Gadishot men Yuhanun Sliho തനിക്ക് ഇഹലോകം വിട്ട് പിതൃസന്നിധിയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു എന്ന് പെസഹ പെരുന്നാളിന് മുമ്പ് തന്നെ യേശു അറിഞ്ഞിരുന്നു. ഇഹലോകത്തിലുള്ള തന്റെ ആളുകളെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. അവസാനത്തോളം അവരെ സ്നേഹിക്കുകയും ചെയ്തു. അവനെ ഏൽപ്പിച്ച് കൊടുക്കണമെന്ന് ശമൂന്റെ പുത്രനായ യഹൂദാസ്കറിയോത്തായുടെ ഹൃദയത്തിൽ അത്താഴ സമയത്ത് സാത്താൻ തോന്നിച്ചിരുന്നു. യേശു പിതാവ് സകലത്തെയും തന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും ദൈവസന്നിധിയിൽ നിന്ന് താൻ പുറപ്പെട്ടിരിക്കുകയാണെന്നും ദൈവസന്നിധിയിലേക്ക് തന്നെ പോവുകയാണെന്നും അറിഞ്ഞിരുന്നത് കൊണ്ട് അത്താഴം കഴിഞ്ഞ് എഴുന്നേറ്റ് തന്റെ മേൽവസ്ത്രങ്ങളെ മാറ്റിയിട്ട് ഒരു തൂവാലയെടുത്ത് അരയിൽ ചുറ്റി അനന്തരം ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു. പാത്രത്തിൽ വെള്ളമൊഴിച്ച് നിന്റെ സത്യശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നതനുസരിച്ച് ഞങ്ങളും പരസ്പരം കഴുകി നിന്റെ മാതൃക നിർവഹിച്ച് നിന്നെ പ്രീതിപ്പെടുത്തുവാൻ ഇടയാകണമേ. വിനയത്തിന്റെ ഈ മാതൃക എല്ലാ യഥാർത്ഥ ശിഷ്യന്മാരുടെയും ഇടയിൽ സ്ഥിരപ്രതിഷ്ഠിതമായി തീർന്നിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിനയത്തിൽ സദൃശ്യപ്പെടുവാനും നിന്റെ വത്സലന്മാരുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുവാനും ഇതുമൂലം സകല മലിനങ്ങളിൽ നിന്നും കഴുകപ്പെടുവാനും കരുണയോടെ നീ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ
وبكل الصلاة والمين അദൃശ്യങ്ങളുമായ സകലത്തിന്റെയും സൃഷ്ടാവും പിതാവിനോടും റൂഹായോടും കൂടെ സ്വർഗത്തിൽ മാലാഖമാരുടെ സേനകളാൽ സ്തുതിക്കപ്പെടുന്നവനായ നീ നഷ്ടപ്പെട്ടു പോയ ആദാമിനെ അന്വേഷിച്ചു വരികയും നിന്റെ വിശുദ്ധ തോളിന്മേൽ അതിനെ വഹിച്ച് നിന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്തു. കർത്താവേ, ഇപ്പോൾ കഴുകുന്നവരും കഴുകപ്പെടുന്നവരുമായ നിന്റെ ദാസരായ ഞങ്ങളെ എല്ലാവരെയും വിശ്വാസ സ്പർശിക്കുന്ന സകലരെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, പാപമാലിന്യങ്ങളും എല്ലാവിധ നിയമലംഘനങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. മോറൻ വാലോഹായ് ലവൽമേ. അനന്തരം നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും തന്റെ അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തൂർത്തുവാനും തുടങ്ങി. ഇപ്പോൾ കാല് കഴുകൽ ആരംഭിക്കുകയാണ്. കാണാനുള്ള സൗകര്യത്തിന് എല്ലാവർക്കും അവിടെ ഇരിക്കാം. എല്ലാവർക്കും ഇരിക്കാം. തിരുമേനി അനുവദിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് മറവായി നിൽക്കുന്നവര് ഏതെങ്കിലും ഒരു വശത്തോട്ട് ഒതുങ്ങി നിൽക്കണം. ഏറ്റവും ആണ് ആദ്യം കഴുകുന്നത്. അതിനെ പ്രായം കൂടി വന്ന് ഏറ്റവും പ്രായമുള്ള ആളായി കരുതപ്പെടുന്ന ശിമോൻ പത്രോസിൻ്റെതാണ് അവസാനം കഴുകുന്നത്. ദൈവമായ കർത്താവേ, നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയുകയും നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരുടെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. തന്മഹിമതമേച്ചു മണ്ണായ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. കർത്താവ്, നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെയും വെടുപ്പിലും വിശുദ്ധിയാലും വശികാതം വരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുക. ദൈവമായ കർത്താവ്, നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. താടകിലേശ തവ നില താഴ്ത്തി കഴുകി മൺവയരെ തവദാസരു ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെയും വെടുപ്പിലും വിശുദ്ധിയിലും വശികാതം വരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ.
ഓദാറുക്കൻ റഹബോസേ വാശീഗ്ല അഫറോനെ ആശികുസുമോ സന്ദസോഗോദായ്. ദൈവമായ കർത്താവ് നിന്നിൽ നിന്നും പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയുകയും നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. തൻ മഹിമതമീച്ചു മണ്ണായരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാര ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെയും വെടിപ്പിലും വിശുദ്ധിയിലും മഷിയാതവരാൻ പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. അലോഹോദാറുക്കൻ റാബൂസേ ആശിഗ്ല അഫറോനെ ആശികു കുസുമോ സന്ദസോഗോദായ് സുഗോദ് തൈബൂസോ. ദൈവമായ കർത്താവ് നിന്നും പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയുകയും നിന്നെ നിന്റെ കൂടെ ഞങ്ങളെ എല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. താണകിലേശാത്തവ നിലതാഴ്ത്തി കഴുകി മൺമയരെ തവദാസരുടെ കറകളെല്ലാം കഴുകേണം കൃപയാ. കർത്താവോ നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെയും വെടുപ്പിലും വിശുദ്ധിയിലും മഷിയാതം വരാൻ പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. അലോഹോദാറുക്കൻ റാബൂസേ വാശീഗ്ല അഫറോനെ ആശികു കുസുമോ സന്ദസോഗോദായ് സുഗോദ് തൈബൂസോ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. തൻ മഹിമതമ മണ്ണായരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു നീക്കി കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെയും വെടുപ്പിലും വിശുദ്ധിയിലും മഷിയാതം വരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. അലോഹോദാറുക്കൻ റാബോസേ ആശിഗ്ല അഫറോനെ ആശികു കുസുമോ സന്ദസോഗോദായ് സുഗോദ് തൈബൂസോ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്നും പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. താണകിലേശാത്തവ നിലതാഴ്ത്തി കഴുകി മൺമയരെ തവദാസരുടെ കറകളെല്ലാം കഴുകേണം കൃപയാ.
ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെയും വെടുപ്പിലും വിശുദ്ധിയാലും മശിഹാദം വരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. അലോഹോദാർക്കൻ റാബോസേ ആശീഗ്ല അഫറോനെ ആശീഗ് കുസുമോ സുദ്സോഗോദായ് സുഗോദ് തൈബോസോ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. തൻ മഹിമനമേച്ചോ മണ്ണായരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടുപ്പിലും വിശുദ്ധിയിലും മശിഹാദം വരാന പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. അലോഹോദാർക്കൻ റാബോസേ വാശീഗ്ല അഫറോനെ ആശീഗ് കുസുമോ സുദ്സോഗോദായ് സുഗോദ് തൈബോസോ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആലോഹോദാർക്കൻ റാബോസേ വാശീഗ്ല അഫറോനെ ആശീഗ് കുസുമോ സുദ്സോഗോദായ് സുഗോദ് തൈബോസോ. കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെയും വെടുപ്പിലും വിശുദ്ധിയാലും മശിഹാദം വരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. തൻ മഹിമനമേച്ചോ മണ്ണായരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. താടകിലേശ തവ നില താഴ്ത്തി കഴുകി മൺമയരെ തവദാസരുടെ കരകളെല്ലാം കഴുകേണം കൃപയാ. കർത്താവ് നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെയും വെടുപ്പിലും വിശുദ്ധിയിലും മശിഹാദം വരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. ആലോഹോദാർക്കൻ റാബോസേ വാശീഗ്ല അഫറോനെ ആശീഗ് കുസുമോ സുദ്സോഗോദായ് സുഗോദ് തൈബോസോ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും
ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. തൻ മഹിമ നമിച്ചു കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെയും വെടുപ്പിലും വിശുദ്ധിയിലും വശിയാതം വരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. താടകിലേശാതവ നില താഴ്ത്തി കഴുകി മൺമയരെ തവദാസരുടെ കലകളെല്ലാം കഴുകേണം കൃപയാ. ദൈവമായ കർത്താവോ, നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നാൽ യേശുദമ്പുരാൻ ശമൂൻ കീപ്പാഴ് അടുക്കൽ ചെന്നപ്പോൾ അവൻ യേശുദമ്പുരാനോട്, അവിടുന്ന് എന്റെ കാലുകളെ കഴുകുന്നു. ഞാൻ ചെയ്യുന്നതോ നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നീട് അറിയും. അവിടുന്ന് ഒരിക്കലും എന്റെ കാല കഴുകരുതേ. ഞാൻ കഴുകാതെ ഇരുന്നാൽ എന്നോടൊരുമിച്ച് നിനക്ക് പങ്കുണ്ടാവുകയില്ല. എന്റെ കർത്താവേ, അങ്ങനെയെങ്കിൽ എന്റെ കാലുകൾ മാത്രമല്ല കയ്യും തലയും കൂടെ കഴുകണമേ. കുളിച്ചവന് കാലുകൾ മാത്രമല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല. അവർ സർവാംഗം ശുദ്ധനാകുന്നു. നിങ്ങളും ശുദ്ധിയുള്ളവരാകുന്നു, എങ്കിലും എല്ലാവരും അങ്ങനെയുള്ളവരല്ല. കർത്താവ്, നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളെയും കഴുകിക്കളയുകയും നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. തൻ മഹിമ നമിച്ചു മൺമയരെ കഴുകിയ സർവേശ ആരാധകരെ മലിനത നീക്കി കൃപയാൽ കഴുകണമേ. കർത്താവ്, നിന്നിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും നീക്കിക്കളയട്ടെ. നിന്നെയും നിന്റെ കൂടെ ഞങ്ങളെയും വെടുപ്പിലും വിശുദ്ധിയിലും വശിയാതം വരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നാൽ യേശുദമ്പുരാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരുന്നത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. നമ്മുടെ കർത്താവാകട്ടെ അവരുടെ കാലുകൾ കഴുകിയതിനു ശേഷം തന്റെ മേൽവസ്ത്രങ്ങൾ ധരിച്ച് പന്തിയിൽ ഇരുന്നു. അനന്തരം നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ എന്താണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നുവല്ലോ. ഞാൻ അങ്ങനെയാകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി തന്നെയാകുന്നു. ആകയാൽ നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകിയെങ്കിൽ നിങ്ങളും മാത്രം കഴുകുവാൻ കടപ്പെട്ടവരാകുന്നു.
ഞാൻ നിങ്ങളിൽ പ്രവർത്തിച്ചതുപോലെ തന്നെ നിങ്ങളും പ്രവർത്തിക്കുവാനായിട്ട് ഈ ദൃഷ്ടാന്തത്തെ ഞാൻ നൽകിയിരിക്കുന്നു. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനേക്കാൾ വലിയ ഭൃത്യനില്ല, അയച്ചവനേക്കാൾ വലിയ അയക്കപ്പെട്ടവനുമില്ല. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ഭാഗ്യവാന്മാരാകുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും കുറിച്ചുമല്ല പറയുന്നത്. എന്തെന്നാൽ എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരെ എനിക്കറിയാം. പക്ഷേ എന്റെ കൂടെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്റെ നേരെ കുതികാലുയർത്തി എന്നുള്ള തിരുവെടുത്ത് നിവൃത്തിയാകേണ്ടതാകുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെയാകുന്നുവെന്ന് അവനെന്ന് നിങ്ങൾക്ക് വിശ്വാസം വരേണ്ടതിനായിട്ട് സംഭവിക്കുന്നതിന് മുമ്പേ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ലമോറിയോ സെഗുത്തോ ഇപ്പോൾ കാല് കഴുകപ്പെട്ട 12 പേരും പ്രത്യേകിച്ച് പ്രധാനിയായ ശിമോൻ പത്രോസിന്റെ സ്ഥാനത്ത് ഇരുന്ന വൈദികരും മറ്റുള്ളവരും ചേർന്ന് കാർമികന്റെ കാലുകൾ ഇപ്പോൾ കഴുകുകയാണ്. സർവാധിപതിയായ പിതാവാം ദൈവമേ, നിന്റെ പരിശുദ്ധ ഏകജാതൻ ഭാഗ്യവാന്മാരായ തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് യഥാർത്ഥ ശിഷ്യന്മാരെ പോലെ നിങ്ങൾ ഇപ്രകാരം സ്നേഹപൂർവ്വം പരസ്പരം കാലുകൾ കഴുകിനെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ചുവല്ലോ. കർത്താവേ, ആ കർത്തകൽപ്പന ഞങ്ങൾ നിറവേറ്റുകയും അന്യോന്യം കാലുകളെ കഴുകുകയും ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുകയും ഞങ്ങളുടെ ശരീരാത്മാക്കളിൽ വസിക്കുകയും കൃപ ഞങ്ങളിൽ ആവസിക്കുകയും ചെയ്യണമേ. അവന്റെ കരുണയാൽ ഞങ്ങൾ പൂർണ്ണരാക്കപ്പെടുകയും അവന്റെ ദയവാൽ ഞങ്ങൾ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകൂലസ് ബാലവൽമീൻ പ്രതി കഷ്ടതകൾ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ ഉണ്ടാകേണം ദേവാ, ദയുണ്ടാകേണം നാഥ, കൃപ തോന്നേണമൻ പാത്രം തന്നിൽ വെള്ളമൊഴിച്ച നാഥൻ മൂക്യൻ ശീമോനെ വിളിച്ചാൻ കാൽ കഴുകാൻ ശീമോൻ ചൊന്നരുതരുദീശ കഴുകേണ്ടെന്നെ കൽപ്പിച്ചതുപോൽ കഴുകിയിടരുകൾ ഭയമേറിയിടും സ്വർഗസ്ഥ നീ ഭൗമിക പാദം കഴുകിയിടേണ്ട സ്രഷ്ടാവ നീ പാഴ്ചടിയെ ബഹുമാനി കേണ്ട ദേവാ, ദയുണ്ടാകേണം ദാദാ, കൃപ തോന്നേണമൻ ചൊന്നാദൻ സ്നേഹമോക്യമതിശീമോനെ വേണ്ട പോരും നേരാളുള്ളൊരു നിൻപോ ഗുരുനാഥൻ ശിഷ്യന്മാരോടനുവർത്തിപ്പ ഞാൻ
കഴുകലിനെ കൈക്കൊണ്ടില്ലെങ്കിൽ ദേവാ ദയയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ ഞാനർത്തിപ്പോ നിന്റെ കൈകാലുകളും തലയും കൂടെ കഴുകിയിടണമേ നിൻ ശിഷ്യത്വം കഴുകൽ കൂടാതില്ലെന്നാകിൽ നാഥാദേവാ ബഹുശതമെന്നെ അഭിഷേചിക്കാൻ ഹീതമെന്നാലൻ പദപാണികളെ കഴുകിയിടേണം നിന്നൈക്യം ഞാൻ വെട്ടിയിടരുതേ കഴുകുക പൂർണ്ണം ദേവാ ദയയുണ്ടാകേണം നാഥ കൃപ തോന്നണമൻപ് കുംബിട്ടയ്യോ മൂടുന്നു മുഖം ആശ്ചര്യം നീ ശീമോന്യപദം കഴുകിയിടുന്നു ശുശ്രൂഷിപ്പാൻ തിരുവുളമായി നീ താണെന്നാകിൽ മ്ലേച്ഛന്മാരോടെന്തിനു വിനയം ദൈവാത്മജനെ നിന്നെ കൊല്ലാനുള്ളിലുറച്ചൊരു യൂദായേയും കഴുകാൻ നിന്നേതൊരു സ്നേഹം പ്രേരിപ്പിച്ചു ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ സൂതനെ വീട്ടാൻ നമ്മെ പ്രതിദാൻ ഗാത്രം പേറി ദിവ്യന്മാർ തൻ കാലുകൾ കഴുകി സ്വസ്നേഹത്താൽ പാത്രം തന്നിൽ വെള്ളമൊഴിച്ചതി വിനയത്തോടെ ശ്ലീഹന്മാരെ കഴുകിയ പുത്ര വന്ദിക്കുന്നു സ്തുതിപുത്രനും ജനകനും പാവനരൂഹായ്ക്കും ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ നാഥാഭൂവാനം നിൻ പീഡയതിൽ ക്ലേശിച്ചു മാനോർ നിൻ താഴ്മയിലതി വിസ്മയമാർന്നു ദേവാ ദേവം നാഥ കൃപ തോന്നേണമൻ വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാനപ്പെടാത്തതുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവായ സത്യേകദൈവത്തിൽ ഞങ്ങൾ ഏകപുത്രനും സർവ്വലോകമുമ്പേ പിതാവിനെ വെച്ചു പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്ത സാരാംശങ്ങൾ പിതാവിനോട് സമൃദ്ധമുള്ളവനും സകലവും താൻ മാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധമായ ദൈവമാതാവിനെ പറയാവുന്ന ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനും ജീവനോരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പുറപ്പെട്ട്
നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ളവരുമായാലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർത്തലും പരിപാലിക്കുന്ന ലോകത്തെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. അനുഗ്രഹീതമായ കാലുകളിൽ ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നിന്റെ ഉന്നതമായ സിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കുമാറാകണമേ. ആബോവറോറുഹോ കാദീശോ ഹോശോ കാവൽ പിതാക്കന്മാരായ മർത്തോമാസ്ലിഹായുടെയും യോഹന്നാൻ മാംദാനായുടെയും ഗീവറി സഹദായുടെയും പരിമല മാർഗ്രിഗോസിന്റെയും മാർദീവന്നാസ്യോസിന്റെയും സക്രിയ പ്രവചനത്തിൽ പറയുന്ന പോലെ 2 അഭിഷിക്തന്മാര് അദൃശ്യരായി ഈ ദേവാലയത്തിനുണ്ട്. ഒന്ന് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവ, 2 കാലം ചെയ്ത ഗീവറീസ് മാർ ഇവാനിയോസ് തിരുമേനി. ഈ 2 പിതാക്കന്മാരുടെ കബറിടങ്ങൾക്ക് മധ്യത്തിലാണ് അവരുടെയും പ്രാർത്ഥന നമുക്കുണ്ട്. അതൊക്കെയും ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി തീർന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്ക്, ഇന്ന് ഈ കാലുകളിൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന് മെത്രാപ്പോലീത്തായും പൗരസ്ത്യ കാതോലിക്കയുടെ അസിസ്റ്റന്റുമായിട്ട് സേവനമനുഷ്ഠിക്കുന്ന അഭിമന്യ ഡോക്ടർ സക്കറിയാസ് മാർ അഫ്രേം തിരുമേനിയാണ്. തിരുമേനി ഇതിനു മുൻപും അനേകം പ്രാവശ്യം ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. ഈ അദ്ദേഹം പഴയ സെമിനാരിലാണ് പീഡാനുഭവ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. അതുകൊണ്ട് ഈ കാലുകളിൽ ശുശ്രൂഷയ്ക്ക് ഇവിടെ വരുവാനുള്ള സാഹചര്യം ഉണ്ടായി. ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ തിരുമേനി അത് സമ്മതിക്കുകയും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന് ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി പൂർത്തീകരിക്കുന്നതിന് കാർമ്മികത്വം വഹിച്ചതിൽ ഈ ഇടവകങ്ങൾക്കും കൂടി വന്നിട്ടുള്ള സർവ്വവിശ്വാസികളുടെയും പേരിൽ ഉള്ള ഭക്തി ആദരവുകൾ ഏറ്റവും വിനയപൂർവ്വം തിരുമേനി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സഹകാർമ്മികരായിരുന്ന 2 റമ്പാച്ചന്മാരുണ്ട്. ഒന്ന് നമ്മുടെ വള്ളിക്കാട് ദേറായുടെ മാനേജരായിരിക്കും ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് റമ്പാച്ചൻ. 2 നമ്മുടെ പഴയ സെമിനാരിയുടെ വാർഡനായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട യൂഹാനോൻ റമ്പാച്ചൻ. ഈ 2 റമ്പാച്ചന്മാരോടും കാലുകളിൽ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട ബഹുമാനപ്പെട്ട വാഴക്കിലച്ചൻ, കെ ടി സക്കറിയാച്ചൻ, സി ജോണച്ചൻ, ജോൺ ജോസഫ് അച്ചൻ, ജയ് സക്കറിയാച്ചൻ, അലക്സി മാത്യു അച്ചൻ, ഫിലിപ്പ് കെ പോളച്ചൻ, സക്രിയ തോമസ് അച്ചൻ, സക്രിയ ജോർജ് അച്ചൻ, സക്രിയ നയനൻ അച്ചൻ, ഇട്ടി തോമസ് അച്ചൻ എന്നിവ കരിപ്പാൽ ബഹുമാനപ്പെട്ട കുര്യൻ തോമസ് അച്ചനോടും ഉള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇവരെ കൂടാതെ ഈ ഇടഭാഗങ്ങളായ ബഹുമാനപ്പെട്ട ജെയിംസ് മർക്കോസ് അച്ചനും PM സക്കറിയ അച്ചനും ഇവിടെ സന്നിധരായിട്ടുണ്ട്. കൂടാതെ പള്ളിയടിയിലെ ബഹുമാനപ്പെട്ട കുര്യൻ തോമസ് അച്ചനുണ്ട്, ആര്യാട്ട് വർഗീസ് മർക്കോസ് അച്ചനുണ്ട്, പ്ലാപ്പറമ്പിൽ ബഹുമാനപ്പെട്ട പോൾ പി തോമസ് അച്ചൻ, ഇവരൊക്കെയും സന്നിധരായിട്ടുണ്ട്. ഈ വൈദിക ശ്രേഷ്ഠരോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിലെ മുഖ്യ കാർമ്മികനോടൊപ്പം ഈ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നതിൽ ഗാനങ്ങൾ ആലപിച്ചും പ്രാർത്ഥനകളൊക്കെയും സഹകരിച്ചൊല്ലിയ നമ്മുടെ വൈദിക സെമിനാരിയിലെ ശമാശന്മാരും വിദ്യാർത്ഥികളുമാണ്. തീർച്ചയായും അവരുടെ സാന്നിധ്യവും ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയതിൽ നമ്മൾ അങ്ങേയറ്റം നന്ദിയും കടപ്പാടും കൃതജ്ഞതയുണ്ട്. വൈദിക സെമിനാരി കുടുംബത്തോട് മുഴുവൻ പ്രിൻസിപ്പൽ അച്ഛനോടും വൈസ് പ്രിൻസിപ്പൽ അച്ഛനോടും വൈദിക സെമിനാരിയോടുമുള്ള ഹൃദയംഗമായ നന്ദി ഈ സമയത്ത് ഏറ്റവും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഞാലിയാവഴി ദേറായിലെ അംഗങ്ങളും അവിടുത്തെ 2 വൈദികരും വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കടപ്പാടുള്ള ഒരു സ്ഥാപനമാണ് ഞാലിയാവഴി മാർ ബസേലിയോസ് ദേറ. ആ ദേറായോടും അംഗങ്ങളോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് ഇവിടെ ക്ലോസ് സർക്യൂട്ട് ഇന്റർനെറ്റിൽ ഇപ്പം ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും
തത്സമയം ഈ കാലുകൾ ശുശ്രൂഷ കാണത്തക്ക രീതിയിൽ ക്രമീകരണം ചെയ്ത 3 വ്യക്തികളുണ്ട്. ബഹുമാനപ്പെട്ട മോനിച്ചൻ, സന്ദീപ്, എമ്മ ഉതുപ്പ്, ഇവർ 3 പേരോടും അവരുടെ സഹപ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ചിരുന്ന റോയൽ സൗണ്ട്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഭംഗിയായി ഈ സ്റ്റേജ് ഒക്കെ അണിയിച്ചെന്ന പടിക്കൽ അറിയിക്കുന്നു. സഭയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ സഭ മാനേജിംഗ് കൗൺസിൽ അംഗങ്ങൾ അവരൊക്കെയും സന്നിഹിതരായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. സമീപ ഇടവകങ്ങളിൽ നിന്നുള്ള വിശ്വാസികളായ സഹോദരി സഹോദരങ്ങൾ ധാരാളം എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷകളൊക്കെ ഇത്തരം ഭംഗിയായി നിർവഹിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും നേതൃത്വം നൽകിയ സഭയിലെ നമ്മുടെ ഇടവയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളാണ്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇടവയിലെ മദ്ബായിലെ ശുശ്രൂഷകരും ഇതിനകത്ത് സഹകരിച്ചവരോടുള്ള നന്ദി അറിയിക്കുന്നു. സർവോപരി ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുന്നത് ഇടവയിലെ അംഗങ്ങളാണ്. സാമ്പത്തികവും ധാർമ്മികവുമായ എല്ലാ പിന്തുണയും നൽകി ഇത് ഇത്രയും ഭംഗിയായി നിർവഹിക്കുന്നതിന് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തത് ഇടവകങ്ങളായ ആളുകളാണ്. അവരോടുള്ള ഏറ്റവും ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇതിൽ ഉൾപ്പെടാതെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെയും ഹൃദയംഗമായ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഒരു ലഘുഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികരും വൈദിക വിദ്യാർത്ഥികളും താഴത്തെ ഹാളിലാണ് നിങ്ങൾക്ക് റിഫ്രഷ്മെന്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ശുശ്രൂഷ കുപ്പായമൊക്കെ മാറിയിട്ട് നിങ്ങൾ അവിടെ പോയി അത് സ്വീകരിക്കണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പുരുഷന്മാർക്ക് ഈ മാവിന്റെ ചുവട്ടിൽ വടക്കുവശത്താണ് അത് ബൊഫേ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അവരവിടെ ലൈൻ ക്യൂ ആയിട്ട് നിന്ന് സന്തോഷത്തോടെ സ്വീകരിക്കണം. സ്ത്രീകൾക്ക് തെക്കുവശത്തുമാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അവരും അത് സ്വീകരിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ അഭിമന്യ തിരുമേനിയെ ഇങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടുവന്നതുപോലെ തന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് ആളുകൾ തൽസ്ഥാനത്ത് നിന്ന് പിരിഞ്ഞു പോകാവൂ. ശിഷ്യൻ